ഹിമാചൽ പ്രദേശിൽ അനധികൃത മസ്ജിദ് നിർമ്മാണമെന്ന് ആരോപണം. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലായിരുന്നു നിർമ്മാണം. വിഷയത്തിൽ ബിജെപിയും ഹിന്ദു സംഘടനകളും ദേശീയ പതാക ഉയർത്തി തെരുവിൽ പ്രതിഷേധിച്ചു. ഷിംലയിലെ തിരക്കേറിയ തെരുവായ സഞ്ചൌരിയിലാണ് അനധികൃത മസ്ജിദ് നിർമ്മാണം നടക്കുന്നുവെന്ന ആരോപണമുയർന്നത്. സംഭവത്തിൽ പ്രതിഷേധമുയർന്നതോടെ നാട്ടുകാർ ഇത് തടഞ്ഞുവെച്ചു. മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഇസ്ലാം മതവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനെന്ന പേരിലാണ് സ്വകാര്യ വ്യക്തിയുടെ 4 നില കെട്ടിടത്തിൽ മസ്ജിദ് നിർമ്മിച്ചത്. കെട്ടിടം നിൽക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണെന്ന വാദവുമായി വിശ്വാസികൾ രംഗത്തുവന്നു. ഇതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധമാരംഭിച്ചത്. കഴിഞ്ഞ ദിവസം ഇരുവിഭാഗങ്ങളും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിച്ചു. ബിജെപിയും മറ്റ് ഹിന്ദു സംഘടനകളും പ്രദേശവാസികൾക്ക് പിന്തുണയുമായി എത്തി. ഇതോടെ സഞ്ചൌരി തെരുവ് പൂർണ്ണമായും സ്തംഭിച്ചു. മസ്ജിദ് കെട്ടിടത്തിന് മുന്നിൽ ദേശീയ പതാകയുമായാണ് പ്രതിഷേധക്കാർ എത്തിയത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മുസ്ലിം കുടിയേറ്റക്കാരാണ് സംഘടിതരായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് ഹിന്ദു സംഘടനകളുടെ ആരോപണം. 190 की लिस्ट है तो 1900 लोग कहां से आ गए बाहर से। माँ बहन बेटियों का जीना दुभर हो रहा है, मार्केट के अंदर उनका निकलना दुभर हो रहा है। वहां पर रोहिला, बांग्लादेशी, दाएं बाएं के इतने लोगों ने वहां पर उत्पीड़न कर रहे हैं, इंक्रोचमेंट कर रहे हैं और वो जानना चाह रही है, वहां की जनता समाज जानना चाहता है कि 5 मंजिल की परमिशन मस्जिद को किसने दी है, कैसे बन गई। അതേസമയം പള്ളിയാക്കി മാറ്റിയ കെട്ടിടം വ്യാവസായിക ആവശ്യത്തിന് വികസിപ്പിക്കാനെന്ന പേരിൽ ഉടമ അനുമതി തേടിയിരുന്നുവെന്ന് ഷിംല മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ ഭൂപേന്ദ്ര ത്രി വ്യക്തമാക്കി. പ്രക്ഷോഭം കനത്തതോടെ പള്ളി നിയമവിരുദ്ധമാണെങ്കിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി വിക്രമാദിത്യ സിംഗും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സിഖുവും പറഞ്ഞു. जो भी भावनात्मक घटनाएं होती है, भावना में भय करनी होनी चाहिए. कानून के हिसाब से हमें अपना काम करना है और जिस प्रकार शांतिपूर्वक प्रोटेस्ट हुआ, सरकार पूरी नज़र रखे हुए है और अभी मैं अधिकारियों को भी दिशा निर्देश दिए है कि शांति बनाए रखनी है और जो भी आगे कानून के आधार पर जो भी कार्रवाई अगर करनी होगी हम उसको करेंगे. अगर इलीगल कंस्ट्रक्शन कह रहे हैं तो वो मामला मेरे ख्याल कोर्ट में चला है और कोर्ट उसमें जो भी इलीगल होगा या लीगल होगा उसका फैसला करेगा. അനധികൃത നിർമ്മാണം സംബന്ധിച്ച കേസ് സെപ്റ്റംബർ 7 കോടതി പരിഗണിക്കും. അതേസമയം അനധികൃതമായി കെട്ടിയുയർത്തിയ മസ്ജിദ് പൊളിച്ചു നീക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ.